ഹലോ മൈ ഡിയർ ലവ്സ്, 333 ദ എംപ്രസ് ഓഫ് ടാറോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. നെക്സ്റ്റ് 48 അവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, അതിനായിട്ടുള്ള ഗൈഡൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് ആയിട്ടുള്ള എനർജി പിക്ക് ചെയ്തുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ 100% റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, സോ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. എന്ത് കാര്യവും ലൈഫിൽ നമുക്ക് മുന്നേറി പോകാനായിട്ട്, വളരെ സ്മൂത്തായിട്ട് പോകാനായിട്ട് നമ്മൾക്ക് കാര്യങ്ങളിൽ വ്യക്തത, അതായത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് വ്യക്തമായും കൃത്യമായും ഒരു ഗൈഡൻസ് തരാൻ സാധിക്കുന്നത്, പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് റീഡിംഗ് നോക്കാം. അപ്പോൾ നോക്കുന്നത് നെക്സ്റ്റ് 48 അവേഴ്സ് ആണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ കാർഡ്സൊക്കെ വീഴുകയാണല്ലോ. ഇവിടെ വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ്, ദ മജീഷ്യൻ, 7 ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ. അപ്പോൾ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി പിക്ക് ചെയ്താണ് ഇത്ര വേഗത്തിൽ കാർഡ്സ് വീണത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് 48 അവേഴ്സ് എന്ന് നോക്കാം. നിങ്ങളുടെ നെക്സ്റ്റ് 48 അവേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, പേജ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്. തുടക്കങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. നെക്സ്റ്റ് 48 അവേഴ്സ് ഇൻ യുവർ ലൈഫ്, എന്താണ് അടുത്ത 48 അവേഴ്സിനുള്ളിൽ സംഭവിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾ, കിങ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 9 of Pentacles, 7 of Cups. ഓക്കെ, ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നിങ്ങളുടെ നെക്സ്റ്റ് 48 അവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ ഒരു റീഡിംഗ് എന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്. അതിലൂടെ ഇവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിൽ പലരും വളരെ പാഷനേറ്റ് ആയി ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഈ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി കാണിക്കുന്നത്. സോ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യമാകാനുള്ള ഒരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു സഡനായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ സഡനായിട്ടൊരു ആക്ഷൻ എടുക്കുന്നതായിരിക്കാം. ഒരു പ്ലാനൊക്കെ ചെയ്യാതെ പെട്ടെന്നുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളിവിടെ ഈ ഒരു കാര്യത്തിൽ റിസ്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്നൊരു കാര്യം തീരുമാനിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ യാത്ര പോകണം എന്നുള്ളൊരു തീരുമാനം പെട്ടെന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു. പെട്ടെന്നായിരിക്കും ആക്ഷൻ എടുക്കുക എന്നുള്ള കാര്യം വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ കാണുന്നത് ചിലരൊക്കെ നിങ്ങളുടെ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പുതിയൊരു പ്രവൃത്തി തുടങ്ങുന്നതായിരിക്കാം. അതായത് ഇനി എന്തുമാകട്ടെ ഈ ഒരു കാര്യം എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു തീരുമാനം നിങ്ങൾ സോളിഡായിട്ട് എടുക്കുന്നു. ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം,
അതല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയൊരു ഐഡിയ കൊണ്ടുവരുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളിലൊരു ഫയർ എനർജി നന്നായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് പാഷനേറ്റ് ആയിട്ട് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ഫയർ എനർജി നിങ്ങളിൽ നല്ല രീതിയിലൂടെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മജീഷ്യൻ കാർഡാണ്. മജീഷ്യൻ കാർഡ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതൊരു മേജർ ആയിട്ടുള്ള ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ തന്നെ മേജർ ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മേജർ ചേഞ്ച് വരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ആക്ഷൻ എടുക്കുക, ഡിസൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ഷൻ എടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഐഡിയ അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു മാറ്റത്തിനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. സോ അഗെയിൻ ഇത് പറയുന്നത് പുതിയൊരു ജോബായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതിനൊക്കെയുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെ എക്സിസ്റ്റിംഗ് ഇപ്പോഴുള്ള ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി നിങ്ങൾ എഫേർട്ട് ഇട്ട് അതിനെ കുറച്ചുകൂടി ബെറ്റർ ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തതായിട്ടും പറയാം. സോ മജീഷ്യൻ എനർജി വന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം സാധ്യമാക്കാൻ പോകുന്നതായിട്ടും നിങ്ങളുടെ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈമായിട്ടും ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതോ ഒരു കാര്യം സാധ്യമാകുന്നതായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളൊരു നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിലേക്ക് ആ ഒരു സമയത്തേക്ക് നിങ്ങളിൽ ചിലർ മജീഷ്യൻ പവർ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ കൂടുന്നു, നിങ്ങളൊരു ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിക്കുന്നതായിട്ടൊക്കെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പേര് ഏതെങ്കിലും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നതായിട്ടോ സ്പിരിച്വൽ പ്രാക്ടീസസിൽ പങ്കെടുക്കുന്നതായിട്ടോ കാണുന്നുണ്ട്. അതുപോലെ എനി കൈൻഡ് ഓഫ് ഹീലിംഗ് അതിലൂടെ കടന്നു പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. സോ ഇവിടെ 7 ഓഫ് കപ്സ് കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിൽ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അവസരം എന്നുള്ളത് ഒരുപാട് ചോയ്സസ് നിങ്ങൾക്ക് ലഭ്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ 7 ഓഫ് കപ്സ് 2 തവണ വന്നിട്ടുണ്ട്. 2 ഡെക്കിൽ നിന്നും 7 ഓഫ് കപ്സ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ സോ നെക്സ്റ്റ് 48 അവേഴ്സിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട്. സോ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു 48 അവേഴ്സിനുള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഏത് ചോയ്സ് ആയിരിക്കും ബെറ്റർ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കാണുന്നു. സോ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഇല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻസ് കൂടി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു ചോയ്സ് ഞാൻ എടുത്താൽ ഇതായിരിക്കും എനിക്ക് ബെറ്റർ എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾ ചിന്തിച്ച് പെട്ടെന്നൊരു ചോയ്സ് എടുക്കാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. സോ ഇവിടെ ഒരു ബെറ്റർ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കുക എന്നുള്ളത് പറയുന്നുള്ളൂ. ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലഭിച്ച ചോയ്സസ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്, നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോയ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്തെടുക്കാനുള്ളൊരു പവർ നിങ്ങളിലേക്ക് വരും. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് സാധ്യമാകുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇല്യൂഷൻ ഏതാണ്, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും നല്ല ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാക്കി വെച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക, തീരുമാനം എടുക്കുക. ഇതൊരു പക്ഷേ ചിലപ്പം പുതിയൊരു ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യമാകാം, പുതിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം, അതുപോലെ ഒരു പുതിയ ജേർണി, പുതിയൊരു യാത്ര തുടങ്ങുന്നതായിരിക്കാം. മെറ്റീരിയൽ വെൽത്ത്, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വാങ്ങുന്നതായിരിക്കാം. എനി കൈൻഡ് ഓഫ് തിങ്സ്, ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്, അതിനകത്ത് ഏത് നല്ലതാണ്, ഏത് വാങ്ങണം എന്നൊക്കെയുള്ളൊരു ചോയ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. അവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ അങ്ങനെ വരുന്നതായിട്ട് കാണാം. സോ അതുപോലെ തന്നെ 7 ഓഫ് കപ്സ് ആൻഡ് ദ മജീഷ്യൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോയ്സ് നിങ്ങൾക്ക് കറക്റ്റ് തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു രീതിയിൽ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തന്നെ പറഞ്ഞു തരും ഏതാണ് നല്ലത് ഏതാണ് മോശമെന്നുള്ളത്. മനസ്സ് തന്നെ നിങ്ങൾക്ക്, ആ ഒരു ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതും ഇവിടെ പറയാൻ കഴിയും. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർഡ്സ് എടുത്തപ്പോൾ തന്നെ കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എനർജി, ഓവർഫ്ലോ ആയിട്ടുള്ള ഒരു എനർജി വന്നതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹാങ്ഡ്മാൻ കാണിക്കുന്നത് തന്നെ സറണ്ടർ വിത്ത് ദ ഫ്ലോ, നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് പോകുക, ഒഴുക്കിനനുസരിച്ച് നീന്താൻ പഠിക്കുക ആണ്. അതായത് നിങ്ങളിൽ ഒരുപാട് ഉത്കണ്ഠ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയൊക്കെ മാറ്റി വെക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. സോ അങ്ങനെ ആങ്സൈറ്റി ഉത്കണ്ഠയൊക്കെ ഉള്ള വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഒരു ഹാങ്ഡ് മാനിലൂടെ വന്നിരിക്കുന്നത്. പ്ലീസ് നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കൂ, റെസ്റ്റ് എടുക്കൂ. സോ അപ്പോഴും മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാനും കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു വിൽ പവറിലേക്ക് നിങ്ങൾ എത്തുന്നത്. നിങ്ങൾ സ്വയം റിജുവനേറ്റ് ആകാനുള്ള ടൈം അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കുറച്ച് പേർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ വർക്ക് ലൈഫിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. അതുപോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ സ്റ്റഡീസിലൊക്കെ നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന സമയമാണ് നെക്സ്റ്റ് 48 hours എന്ന് കാണിക്കുന്നു. അതുപോലെ എക്സാംസൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ആ ഒരു എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. ചിലർ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്, അതിനുള്ള ഒരു തയ്യാറെടുപ്പും ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഏത് സിറ്റുവേഷനിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ, കാര്യങ്ങൾ നോക്കിക്കാണാനൊക്കെ പഠിക്കുന്നു. ബോൾഡ് ആകാനായിട്ട് ലൈഫിൽ കുറച്ചുകൂടി ബോൾഡ് ആകണം എന്നുള്ളൊരു തീരുമാനമെടുക്കുന്നു. ആൻഡ് പേജ് ഓഫ് ഫോൺസ് എഗെയിൻ നിങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെയോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 48 hours-നുള്ളിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്, ന്യൂസസ് വരുന്നുണ്ട്. നിങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. പുതിയൊരു യാത്ര കാണിക്കുന്നുണ്ട്. സ്പോർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാൻസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നു. പിന്നെ കുറേയേറെ പേര് ഇവിടെ സെൽഫായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, സെൽഫായിട്ട് സ്വയം ഒന്ന് മാറണം, അല്ലെങ്കിൽ എന്നിലൊരു മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ടും അതിനുവേണ്ടി പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരുന്നതായിട്ടും കോൺഷ്യസ്ലി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ലൈക്ക് നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുന്നു. അതിനായിട്ട് ഒരു പക്ഷേ ജിമ്മിൽ പോവുകയായിരിക്കാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 of Wands കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലൊരു പുതിയ ഐഡിയ ഉണ്ട്. ആ ഒരു കാര്യം ഒരു ന്യൂ വെഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ആയിട്ടൊരു ബിസിനസ് ആയിരിക്കാം, എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുന്നതായിട്ടും ആ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മേ ബി അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു നെക്സ്റ്റ് 1 വീക്കിലേക്കുള്ള ഒരു കാര്യമായിരിക്കാം. എന്തോ ഒരു പ്ലാനിങ് നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ജോലിക്കായിട്ട് വിദേശ അവസരങ്ങൾക്കായി തയ്യാറായി നിൽക്കുന്നവരെ കാണുന്നു. വിദേശത്ത് പോകാനുള്ള താല്പര്യത്തിൽ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരെയും ഇവിടെ അവരുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾ ഒരു വെൽത്ത് ക്രിയേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു മണി ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണാം. അതിനുവേണ്ടിയും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ അവർക്ക് വരുന്നതായിട്ട് പറയാൻ സാധിക്കും. സോ അവിടെയും നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോകാതെ കാര്യങ്ങൾ നന്നായി പഠിച്ച്, ഓൾറെഡി ഞാൻ പറഞ്ഞു 7 of Cupsൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചോയ്സസും ഓപ്ഷൻസും നല്ല രീതിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ടൈം ആയിരിക്കും. നന്നായി കാര്യങ്ങൾ പഠിച്ചിട്ട് ഡിസൈഡ് ചെയ്യുക, ആ ഒരു സോഴ്സ് ഏത് സോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നന്നായി പഠിച്ചിട്ട് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് പേരും നിങ്ങൾ ഇട്ട എഫേർട്ടിന് ഒരു നല്ല റിസൾട്ട് ലഭിക്കാനായിട്ട് കാത്തു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്ന, സമ്പത്തും സമൃദ്ധിയും ലഭിക്കുന്ന 9 of Cupsഉം 9 of Pentaclesഉം ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ എഫേർട്ട് ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു നല്ല റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. നിങ്ങളിലേക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് വന്നു ചേരുന്നതായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് പേര് വളരെ പേഷ്യൻസോട് കൂടി അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് 48 hours-നുള്ളിൽ നല്ല രീതിയിൽ ഇമോഷണലി സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നതാണ്. നല്ല ആഹാരവും പാനീയങ്ങളും ഒക്കെ കഴിക്കാനുള്ളൊരു ഭാഗ്യം, അതിനുള്ളൊരു യോഗം നെക്സ്റ്റ് 48 hours-നുള്ളിൽ കാണുന്നുണ്ട്. അതുപോലെ ചില ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നത് നിങ്ങൾ കുറച്ച്
ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് കാര്യത്തിനും ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പോകുന്ന ഒരു സമയമാണ് നെക്സ്റ്റ് 48 hours. അപ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ചോയ്സ് എടുക്കുക, ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ നല്ല ഗുണം ലഭിക്കുന്ന കാര്യമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇല്യൂഷൻസിലൊന്നും വീണു പോകാതിരിക്കുക. ഇവിടെ 7 of Cups കാണിക്കുന്നത് ചിലരൊക്കെ ഇല്യൂഷനിൽ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്ത് കാര്യമാണെങ്കിലും ലിമിറ്റ് വെച്ച് വേണം ആ ഒരു കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുമായി ചേർന്ന് ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാകുന്നതാണ്. ഒരു സിനിമ കാണാൻ പോവുക, ഷോപ്പിംഗ് ചെയ്യുക, ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക, ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള അവസരം ലഭിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ചിലർ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും വേണ്ടിയോ നിങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിലൂടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയോ ഹെൽത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്, ഒരു റെജുവിനേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, പാഷനേറ്റായി പല കാര്യങ്ങളിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ചിലരുടെ എനർജി കാണിക്കുന്നത് ഒരു പക്ഷേ നെക്സ്റ്റ് 48 hours നിങ്ങൾക്കൊരു ഫ്ലേർട്ട് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ആ ഒരു ഫ്ലേർട്ട് എനർജിയിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമായിട്ടൊരു ഫ്ലേർട്ട് എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. ഇതൊരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ ഇത് കാണിക്കുന്നത് ഒരു യൂണിയനാണ്. അവരുടെ ഒരു യൂണിയൻ വളരെ പ്രഷ്യസ് ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. സോ അങ്ങനെയും ഒരു ഫയർ എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഓൾറെഡി ഞാൻ പറഞ്ഞു, കിങ് ഓഫ് കപ്സ്. ഒരു പക്ഷേ നിങ്ങൾ ഓവർ ഇൻഡൾജൻസ്, എന്ത് കാര്യത്തിലും ഒരു ഓവർ ഇൻഡൾജൻസ് പാടില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കുറേ പേരുടെ എനർജി ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും, പല നേട്ടങ്ങളും, പല നല്ല കാര്യങ്ങളും, സന്തോഷവും ഒക്കെ മാറ്റി നിർത്തി, അതല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ നെഗറ്റീവ് ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായി കാണാം. സോ ഇവിടെ വരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, പ്ലീസ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ നല്ല സമയം, ആ ഒരു സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ എൻ്റർടൈൻ ചെയ്ത് അതിനെ പാമ്പർ ചെയ്ത് ഇരിക്കാതിരിക്കൂ എന്നുള്ളൊരു അഡ്വൈസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിലേക്കോ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലേക്കും സമയത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ, സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമ്പത്തുമൊക്കെ എത്തിച്ചേരുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ഈ ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ചോയ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് നല്ലത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കറക്റ്റ് കണക്റ്റഡ് ആയിരിക്കാൻ സമയുന്ന ഒരു ടൈമാണ് നെക്സ്റ്റ് 48 hours. അപ്പോൾ നിങ്ങൾ ഈ ഒരു പവർ, നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ, ഇൻറ്റ്യൂഷൻ പവറൊക്കെ നിങ്ങളുടെ ലൈഫിൽ വേണ്ട നല്ല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്തുക. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വേണം, വ്യക്തത വേണം, ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.